നിക്ക് പോലെ വാഹനവുമായി കടന്നു കളഞ്ഞെന്ന് എഫ്ഐആർ വരികയാണ്. സാരംഗ് എന്ത് നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത്? മോട്ടോർ വാഹന വകുപ്പിന്റെ കേസാണോ ഉള്ളത്? പരിശോധന നടത്തിയത് ആരാണ്? എന്ത് നിയമ നടപടിക്കാണ് ഇപ്പോൾ എന്നെ വിധേയമാക്കിയിരിക്കുന്നത്? പ്രജീഷ്, ഇന്നലെ രാത്രി പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഹെൽനോസ് പാട്ട എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി അറിയപ്പെടുന്ന ധന്യ SR മദ്യപിച്ച വാഹനം അപകടകരമായ വിധം ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്തത്. യൂട്യൂബിൽ വന്നിട്ട് തള്ളുകേട്ടാ വിചാരിക്കും. ഭഗവതിയേ നമസ്കാരം. കാരണം എന്തൊരു തള്ളുന്നതിൻ്റെ മക്കളെ. ഒരു എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പിടിച്ച് പിന്നെ കയറിയിട്ട് എന്താ പ്രതിബദ്ധത, സമൂഹത്തിനോട് ഭയങ്കര പ്രതിബദ്ധതയാണ്. ആരെ പറ്റിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യൂട്യൂബിൽ വന്നിട്ട് തള്ളുന്ന ധന്യ ആരെ കണ്ടു കഴിഞ്ഞാലും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് നിയമപരമല്ലാതെ ഇടപെട്ട് കഴിഞ്ഞാൽ ധന്യ അവിടെ വന്നിട്ട് രാത്രി വന്നിട്ട് കാറിലിരുന്നിട്ടൊരു തള്ളലുണ്ട്. ഇപ്പം എന്തായി? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. വെള്ളമടിച്ചിട്ട് പിടിക്കുന്നതൊന്നും കുഴപ്പമല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ കുഴപ്പം തന്നെയാണ്. നമ്മൾ ഒരാളെ ഉപദേശിക്കുക അല്ലെങ്കിൽ ഒരാളെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ക്ലിയർ ആയിരിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഏതോ ലൈനിൽ പറയുന്നത് വേറെ ഏതോ ലൈനിൽ ആരോ പറയുന്നത് പോലെ ഊക്കും ഉപദേശവും ഒരുമിച്ച് കൊടുക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറിലിരുന്നിട്ട് എന്താ മറ്റുള്ളവൻ്റെ കുറ്റം പറയാനും, കുറ്റം ഞാനും പറയലുണ്ട്, കുറ്റമല്ല നമ്മളൊക്കെ ഉള്ളതാണ് പറയാറ്. പിന്നെ അതുപോലെ തന്നെ വലിച്ചു കയറാനും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ധന്യ എന്ന് പറയുന്ന ആ സ്ത്രീ മുൻപന്തിയിൽ തന്നെയാണ്. അവരെ പറ്റിയിട്ടുള്ളൊരു ന്യൂസാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, അപകടകരമായ രീതിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചു. അതായത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ നടന്നു പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ പെരടിക്ക് കയറി കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താ പറയുക? ഓമ്പന്ന് റോഡിലൂടെയല്ലേ നടന്നത്. പിന്നെ റോഡിലൂടെ എന്താ? റോഡ് നമുക്ക് വണ്ടിക്കാർക്ക് സ്ത്രീധനം കിട്ടിയൊന്നുമല്ലല്ലോ. റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല മനുഷ്യരുടെ ഇതാന്നേ. അപ്പോൾ പോലീസ് ഇന്നലെ പിടിച്ചു എന്നോ എന്തോ നിർത്താണ്ട് പോയിന്നോ അല്ല നിർത്തിയിട്ട് പോയിന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ധന്യ എന്ന് പറയുന്ന ഹെൽനോസ് പാർട്ട എന്ന് പറയുന്ന ആ സ്ത്രീക്കെതിരെയാണ് ഇപ്പോഴും കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. കുറച്ച് വെള്ളമെല്ലാം കുടിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കാസർഗോഡുള്ള പിന്നെ ബ്ലോഗർമാർക്കെല്ലാം കഷ്ടകാലം എന്നാണ് ഞാൻ അറിയാൻ തുടങ്ങിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കരിപ്പൊടി സാറിപ്പോഴും എന്ന് പറഞ്ഞ ഒളിവിലാണ്. ഇനിയിപ്പോഴും ധന്യ ഒരു വലിയ കേസാണോ ചോദിച്ചാൽ വലിയ കേസ് തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിലും എവിടെയായാലും നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റേതായ ഒരു മാന്യത, കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ കാണിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോന്നിയവാസം ചെയ്ത് എടുത്തിട്ട് ഊക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വളരെയധികം ക്ലിയർ ആയിരിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ തോന്നിയവാസത്തിനും പോയി, നമ്മളെല്ലാ തെണ്ടിത്തരത്തിനും പോയി, അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഓരോരാളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോഴേ കുറച്ചൊക്കെ ധാർമ്മികത എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലുള്ള ധന്യയെ പോലെയുള്ള ആൾക്കാർക്കും അത് വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധന്യ എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. ധന്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർപ്പിച്ച്, അതായത് ധന്യ എന്ന് പറയുന്ന സ്ത്രീയെ വിശ്വാസത്തിലെടുത്ത് ജീവിക്കുന്ന ഒരു സമൂഹം തന്നെ ഇവിടെയുണ്ട്. ധന്യയുടെ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞ ഒരു വലിയ കൂട്ടം തന്നെയാണ്. അവരെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മാതൃകയല്ലേ ആവേണ്ടത്. സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കൊക്കെ ഒരു മാതൃകയാവണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളമടിച്ച് വണ്ടി ഓടിച്ച് അത് ശരിയാണോ? ഇത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഞാൻ കണ്ടതൊന്നുമല്ല, ന്യൂസിൽ വന്നെയാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ന്യൂസുകാരെ വിളിച്ചിട്ട് ചോദിക്കുക. ഇനി അവരെ വിളിച്ച് ചോദിക്കുന്നത് നാളെ എന്നിട്ട് ഇനിയിപ്പോൾ ഒരു വീഡിയോ ആക്കി ഇടുക, അതാ വേണ്ടത്. അതായത് നീ കണ്ടോടോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പോലീസ് കേസെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ധന്യ ചെയ്തത് വളരെയധികം മോശം പ്രവൃത്തി തന്നെയാണ്. ഒരു കാരണവശാലും ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റൂല. അപ്പോൾ ഇന്നലെ ഖാദർ കരിപ്പൊടിയെ പറ്റിയിട്ടും ഇതുപോലെയുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അയാളും കാസർഗോഡുകാരനാണ്. അയാളെ പറ്റിയിട്ട് വന്നതെന്താണെന്ന് വെച്ചാൽ അയാളും എന്തോ പണത്തിൻ്റെ ഇടപാടാണെന്നാണ് പറയുന്നത്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, നിയമമൊന്നും കയ്യിലെടുക്കാൻ ഒരുത്തനും അധികാരമില്ല. അത് ആർക്കായാലും ശരി, അത് ഖാദർ കരിപ്പൊടി അല്ലെങ്കിൽ മറ്റുള്ളവർ ആരായാലും ശരിയില്ല. പക്ഷേ ധന്യ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ കുറ്റം തന്നെയാണ്. കാരണം ധന്യ ഒരുപാട് പേർക്ക് ആശ്വാസകരമായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിലൊക്കെ ഇടപെട്ട് മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വലിയൊരു സ്വയം ഝാൻസി റാണി എന്ന് പറയുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽനോസ് പാർട്ട എന്ന് പറയുന്നൊരു വ്യക്തി. അതായത് സ്വയമായിട്ട് ഞാനൊരു ഝാൻസി റാണിയാണ്, എന്നാൽ പ്രത്യേകിച്ച് വലിയ കാര്യത്തിൽ അവർക്ക് തട്ട് കിട്ടുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് യൂട്യൂബറുമായിട്ട് നല്ല സന്തോഷത്തിലുള്ള കാര്യത്തിലൊന്നും തന്നെ ഇടപെടാറില്ല. തന്നെ ഇടപെടുന്നത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ ബന്ധമില്ലാത്ത അല്ലെങ്കിൽ താനുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ധന്യ അവിടെ ഇടപെടും. തനിക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ധന്യം മിണ്ടാതിരിക്കും. അത് ഞാൻ കണ്ടിട്ടുണ്ട്.
കാരണം എന്താ വെച്ചാൽ ഇലക്കും മുള്ളിനും കേടില്ലാതെ ധന്യ അങ്ങനെ അങ്ങ് പോകും. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ധന്യയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ധന്യ പ്രൊമോഷനിലൂടെ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഈ പ്രൊഡക്റ്റ് നല്ലതാണോ എന്ന് ധന്യ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ടോ ഈ വീഡിയോയിൽ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, ധന്യയോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഈ പ്രൊഡക്റ്റൊക്കെ? നിങ്ങൾ ഉപയോഗിച്ചിട്ടാണോ ഈ ഇങ്ങനെ ഇറക്കുന്നത്? അല്ല, നിങ്ങൾ തന്നെ പറയുന്നത് കേട്ടു, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് എന്ന് പരസ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചെറിയ ഒരു ചായ പൈസ വാങ്ങിച്ചിട്ട് എന്നെല്ലാം പറയുന്നത് കേട്ട്. അതായത് ഈ ചെറിയൊരു ചായ പൈസ എത്രയാണെന്നെല്ലാം നമുക്കറിയാലോ. പണ്ടത്തെ എന്ന ആദിവാസി ഓയിൽ എന്തോന്നുണ്ടല്ലോ, അതിൻ്റെ ഒന്നും അഡ്രസ്സ് ഇപ്പോൾ ഇല്ല. ഗഡിയ പോയതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എല്ലാവരും കേട്ടാ ഈ സോഷ്യൽ മീഡിയ ഒന്നടക്കം പോയിട്ട് പ്രൊമോഷൻ ചെയ്തതാന്ന്. ആൾക്കാരെ പറ്റിക്കുന്നതിനൊരു കണക്കില്ലടോ. ഇങ്ങനെയെല്ലാം കുടിച്ച വെള്ളമെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നമ്മൾ നാട്ടുകാരെയോ മറ്റുള്ളവരെയോ പറ്റിച്ച് അവൻ്റെ ശാപവും കാണിക്കുന്ന പൈസ ഉണ്ടല്ലോ, ഇതുപോലെയുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നാട്ടുകാർ വാങ്ങിച്ച് തേക്കുമ്പോൾ എന്നാൽ പിന്നെ ധന്യ പറഞ്ഞാന്ന്, അയ്യോ എന്നാൽ പിന്നെ അത് നമുക്ക് തേക്കാം, ഓൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല, അതുകൊണ്ട് അതൊക്കെ തേക്കാമെന്ന് വിചാരിച്ച് തേക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളുണ്ടാകും. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വലിയ എന്താ പറയേണ്ടത്, ഒരു രോഗം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇതൊക്കെ കൃത്യതയുള്ളതാണോ, അല്ലെങ്കിൽ വൃത്തിയിലും വെടിപ്പിലും ആണോ? ഇതിൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ എവിടെ നിന്ന് വരുന്നതാണ്? ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളതൊന്നും ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല. ഇത് ചോദ്യം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളമടിച്ചിട്ടൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നതാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ സാധാരണക്കാരായി, എല്ലാവർക്കും കാറുണ്ടാവില്ലല്ലോ, എല്ലാവർക്കും കാറുമില്ല, എല്ലാവർക്കും സ്കൂട്ടറോ ബൈക്കോ ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ വേറെയുണ്ട്, അതിൻ്റെ അകത്ത് സഞ്ചരിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ, മറ്റുള്ളവരെ ഉപദേശിക്കേണ്ട ഒരാൾ, അവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ വേണ്ടത്, ഭയങ്കരമായിട്ട് വണ്ടിയിലിരുന്നിട്ട് അങ്ങ് ഉപദേശം ഇങ്ങനെ ഭാര്യക്കോരി കൊടുക്കുക, എന്നിട്ട് എന്ന് പറയുന്നത് അവിടുന്ന് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് ഇപ്പുറത്ത് മാറ്റി ബാറിൽ വെള്ളമടിക്കും. ഇതാണോ ഒരു നിലപാട്? ഇതാണോ? ഇനിയിപ്പോഴും വരും ധന്യ വെള്ളമടിച്ചതിന് ആരിക്കാടാ ഇത്ര കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നത്. കാരണം നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു നിയമമില്ല, വെള്ളമടിച്ചിട്ട് വണ്ടി ഓടിക്കാനുള്ള ഒരു നിയമമില്ല. അതൊരു വലിയ കുഴപ്പം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ നാണക്കേട് ഇതൊക്കെ ഉണ്ടാകുമായിരുന്നു, അതൊക്കെ സഹിച്ചോളുക. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, പഴയ ഒരു കളക്ടറും അയാളൊക്കെ പോയിട്ട് ഒരു മാധ്യമപ്രവർത്തകനെ ഇടിച്ചിട്ടതും, പിന്നെന്ന് പറഞ്ഞാൽ വെള്ളത്തോണ്ടുള്ള അപകടങ്ങൾ, മദ്യപിച്ച് വണ്ടി ഓടിക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വളരെയധികം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു വലിയ കേസ് തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളല്ലോ കേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്കേ പോകും. പക്ഷേ ഒരുത്തൻ്റെ ജീവൻ പോയാൽ എന്താ ചെയ്യുക? അതാണ് ധന്യയോട് ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുപാട് സ്ത്രീകൾ കേൾക്കുന്ന ഒരു വ്ളോഗർ, പിന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മുഖം മൂടിയാണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അഴിഞ്ഞു വീണതെന്ന് ഞാൻ പറയുള്ളൂ. ഇനി എന്തോ പറഞ്ഞു കഴിഞ്ഞാലും ശരി. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.